ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ചിത്രദുർഗ കാണാമെന്നാണ്. അപ്പോൾ ചിത്രദുർഗയിലോട്ട് കടക്കുന്ന വഴിയാണിത്. ശരിക്കും പറഞ്ഞാൽ മൂകാംബികയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ നമ്മൾ ആകസ്മികമായി എത്തപ്പെട്ടതാണ് ചിത്രദുർഗ. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതുണ്ടെന്ന്. അങ്ങനെ കിട്ടിയ സ്ഥലമാണ് ചിത്രദുർഗ ഫോർട്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മുഴുവൻ കല്ലുകളും, ദൂരെ നിന്ന് കാണുമ്പോഴേ ചെറിയ കല്ലുകളിലെ മലകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ അറിഞ്ഞില്ല ഈ യാത്രയിലെ ഏറ്റവും നല്ലൊരു ദൃശ്യാനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന്. സിറ്റിക്കകത്തുള്ള ഒരു സ്ഥലത്തൂടാണ് നമ്മൾ പോകുന്ന പോലാണ് തോന്നുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇതിനകത്ത് എങ്ങനെ ഈ കോട്ട വരാണെന്ന്. സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെയും പഴയ കോട്ടത്തളങ്ങൾ പോലെ നമുക്ക് തോന്നും. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെയാണത്. അതിൻ്റെ നിർമ്മിതികൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി അവിടെ പോയി കോട്ട എന്ത് കാണാനാണ്, നമ്മൾ എപ്പോഴും കാണുന്ന കോട്ടയൊക്കെ തന്നെയല്ലോ, തിരിച്ചു വന്ന് വേണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ കയറിയിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം ലേറ്റായി, ഒരു 3:30 കഴിഞ്ഞുള്ള സമയത്താണ് നമ്മളവിടെ എത്തിയത്. ഞാനപ്പോൾ ഹസ്ബൻഡിനോടും മക്കളോടും പറഞ്ഞു, കോട്ടയാണ്, കുറേ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ പോകണം, വേണോ, അല്ലെങ്കിൽ കുറച്ചൊന്നും കണ്ടിട്ട് നമുക്കിങ്ങനെ തിരിച്ചു വരാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കയറിയെന്ന് വെച്ചാൽ ടിക്കറ്റ് ഓൺലൈൻ ഒന്നെങ്കിൽ എടുക്കണം. ഈ ഓൺലൈൻ എടുക്കുന്നെങ്കിൽ 25 രൂപ എന്തോ ആണ്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് എടുത്തുകൊണ്ട് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലായി നമുക്ക്. 11 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് അങ്ങനെ എടുക്കുകയും വേണ്ട. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറി. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5:30 വരെയാണ്. അപ്പം 5:30 കഴിഞ്ഞാൽ പിന്നെ ആർക്കും എൻട്രി ഇല്ല. പക്ഷേ നമുക്ക് 6 മണി വരെ മുകളിൽ നിൽക്കാം. ആ കോട്ടയുടെ എൻട്രൻസ് ഭാഗത്ത് കാണുന്ന മതിൽക്കെട്ടാണ് ഇത്. ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി സാധാരണ ഒരു മതിൽ പുതിയത് കെട്ടി വെച്ചിരിക്കുന്ന പോലെ. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയതായി പച്ചപ്പ് കണ്ട് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ അത് കൂടുതലും തത്തകളാണ്. നമ്മുടെ പ്രതീക്ഷകളെ തകിടം മറിച്ച ആദ്യത്തെ കാഴ്ച അതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് മുഴുവൻ മാറ്റിമറിച്ച കാഴ്ചകളാണ് ഈ ചിത്രദുർഗ ഫോർട്ട് നമുക്ക് തന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയതും ശക്തമായ പ്രതിരോധ സംവിധാനമുള്ളതുമായ കോട്ടകളിൽ ഒന്നാണ് ഈ ചിത്രദുർഗ ഫോർട്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 7 കുന്നുകൾക്ക് മുകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഫോർട്ട് ഓഫ് 7 ഹിൽസ് എന്നും വിളിക്കാറുണ്ട്. ചിത്രദുർഗ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ചിത്രം പോലെ മനോഹരമായ കോട്ട എന്നതാണ്. ഇവിടെ കാണുന്ന ഓരോ കല്ലും ഓരോ മതിലും നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്നതാണ്. ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം 11ാം നൂറ്റാണ്ട് മുതലാണ്. പിന്നീട് നായ്ക്ക ഭരണാധികാരികൾ കോട്ട കൂടുതൽ ശക്തിപ്പെടുത്തി. പിന്നെ ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട്. ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രതിരോധ സംവിധാനമാണ്. ശത്രുക്കൾക്ക് എളുപ്പത്തിൽ അകത്ത് കടക്കാൻ കഴിയാതിരിക്കാനായി പല വളവുകളുള്ള വഴികളും ശക്തമായ മതിലുകളും നിരീക്ഷണ ഗോപുരങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വലിയ കല്ലുകളെല്ലാം പ്രകൃതിദത്തമായ പാറകളാണ് കേട്ടോ. അവയെ ഉപയോഗിച്ചാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യനിർമ്മിതിയും ചേർന്ന അപൂർവമായ ഒരു സൃഷ്ടിയാണ് ഈ കോട്ട. ഈ കോട്ടയ്ക്ക് 7 ശക്തമായ മതിലുകളുണ്ട്. അപ്പോൾ ആ ഓരോ മതിലുകളാണ് നിങ്ങൾ ഈ വരുന്ന വഴി ഇങ്ങോട്ട് കണ്ടത്. മുകള് അതുപോലുള്ള മതിലിൻ്റെ ഇടയിലാണ് കയറിയിരുന്നതും. ആ ഓരോ മതിലുകളും കടന്നാൽ മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതിനാൽ ശത്രുക്കൾക്ക് കോട്ട കീഴടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ കോട്ടയിലുള്ള രഹസ്യ വഴികളും ഭൂഗർഭ പാതകളും ജലസംഭരണികളും ഇന്നും സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞെട്ടിപ്പോയി നമ്മൾ ഓരോന്ന് കണ്ടിട്ടും. വർഷം മുഴുവൻ വെള്ളം ലഭിക്കാനുള്ള സംവിധാനങ്ങളും അന്നത്തെ കാലത്ത് തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. ഇനി ഈ കോട്ടയെ സംബന്ധിക്കുന്ന വേറൊരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട്, അതും ഞാൻ പറയാം. ഇതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യക്തിയാണ് ഒണക്കെ ഒബവ്വ.
ഒരിക്കൽ ഹൈദരലിയുടെ സൈന്യം ഒരു ചെറിയ ദ്വാരത്തിലൂടെ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചു. അന്ന് ഒബവ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഒലക്കയുണ്ടല്ലോ, അതിന് കർണാടകയിൽ പറയുന്ന പേരാണ് ഒണക്കയെന്ന്, അതുപയോഗിച്ച് ഓരോ സൈനികനെയും തടഞ്ഞു എന്നാണ് ചരിത്രം. ഈ കോട്ടയ്ക്കുള്ളിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് കേട്ടോ ഇത്, ഹിഡിംബേശ്വര ക്ഷേത്രം. മഹാഭാരതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറുമ്പോഴുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ചയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പോലും അറിയില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ച് നോക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ പുള്ളിയോട് ചോദിച്ച് പെർമിഷനൊക്കെ വാങ്ങിയിട്ട് ഇതേ അകത്തോട്ട് കയറി. ഈ കോട്ടയിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഓരോ തരം കാഴ്ചകളാണ് ഓരോ സ്ഥലത്തു നിന്നും കിട്ടുന്നത്. ചിത്രദുർഗ നഗരത്തിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് ഇവിടെ നിന്നാൽ മനസ്സിലാവും. പിന്നെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയുടെ കാര്യം പറയുകയും വേണ്ട കേട്ടോ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഈ കാഴ്ചകൾക്ക് പുറമെ ഇവിടുത്തെ കാറ്റാണ് കേട്ടോ. നമ്മുടെ ഈ കല്ലുകളെ തഴുകി വരുന്ന കാറ്റ്, അയ്യോ, അത് ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. ഈ ഹിഡിംബേശ്വര ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് മലയിൽ കയറുമ്പോൾ അവിടെയുള്ള ക്ഷേത്രവും അവിടെയുള്ള കിണറുമാണെന്ന്. അത് കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുന്നവരെയാണ് ഞാനിപ്പോൾ ആ വീഡിയോയിൽ സൂം ചെയ്ത് കാണിച്ചത്. അതൊരു ഭയങ്കര രസമാണ് കേട്ടോ. വലിയ പാറയുടെ മുകളിൽ നിന്ന് നിരങ്ങി പതുക്കെ ഇറങ്ങി വരണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെയും കൂടെ പോകാൻ പറ്റിയില്ല. ഇതെല്ലാം കയറാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ പണിഞ്ഞിട്ടിരിക്കുക. ആ മുകളിൽ നിന്ന് നിരങ്ങി ഇറങ്ങിയവർ ഇതുവരെ താഴെ എത്തിയിട്ടില്ല. പതുക്കെ 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 അങ്ങനെ വേണം നിരങ്ങി വരാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല അനുഭവം. അതിനേക്കാൾ ഒക്കെ ഉപരി നമുക്ക് നല്ലൊരു സൺസെറ്റ് അവിടെ കിട്ടി. ഇത് ഭംഗിയായിരുന്നോ അത് കാണാൻ. ഓരോ കാഴ്ചകളും അവിടുത്തെ വ്യത്യസ്തമാണ്. ഓരോരോ ക്ഷേത്രങ്ങൾ, നിർമ്മിതികൾ എല്ലാം. ഞാൻ പണ്ട് ഈ ആനന്ദം സിനിമ കണ്ടപ്പം തൊട്ട് ഹംപി എൻ്റെ മനസ്സിലുള്ളതായിരുന്നു. ഞാൻ ശരിക്കും ഹംപിയിലെത്തിയോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചു പോയി. അപ്പോൾ ആ വഴി നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കാണാൻ മറക്കരുത് കേട്ടോ. അത്രത്തോളം കാഴ്ചകൾ നമുക്ക് ചിത്രദുർഗ ഫോർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ രാത്രി 6:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോട്ടയിൽ നിന്ന് വെളിയിറങ്ങിയത് തന്നെ. അതിനുശേഷം നമ്മൾ നേരെ പ്ലാൻ ചെയ്തിരുന്നത് ബാംഗ്ലൂർക്ക് വിട്ടു. കാരണം അന്ന് രാത്രി നമുക്ക് ബാംഗ്ലൂർ സ്റ്റേ ചെയ്യണം. അതിനുശേഷം പിറ്റേന്ന് നമുക്ക് കാളഹസ്തിക്ക് പോകണം. ഇതാണ് നമ്മുടെ പ്ലാൻ. എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂർ ഉള്ളതുകൊണ്ട് അവളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാമല്ലോ എന്ന് കരുതി. പക്ഷേ പിന്നീടുള്ള 200 കിലോമീറ്റർ ഒന്നും നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. കാരണം അതിശക്തമായ മഴയായിരുന്നു കേട്ടോ. ഭയങ്കരം. നമ്മൾ ഒരിക്കലും ആ യാത്രയിൽ നമുക്ക് എങ്ങും കിട്ടാത്ത തരം മഴയായിരുന്നു അവിടെ. ഭയങ്കര മഴ. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കുറച്ച് കഠിനമായിരുന്നു. വളരെ സൂക്ഷിച്ചാണ് നമ്മൾ പിന്നെ പോയത്. അപ്പം ഇനിയുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.